പറഞ്ഞത്, മനു മങ്കമ്മിൻ്റെ ഓണനാളിലെ 8 പരിപാടി ക്യാൻസൽ ചെയ്യേണ്ട, അദ്ദേഹം ചെയ്യുന്നതിന് നന്നായിട്ട് ഞാൻ ഷോ ചെയ്യും. അദ്ദേഹത്തിന് എന്ന് തിരിച്ചു വരാൻ സാധിക്കുന്ന ഒരു വാക്ക് ചോദിച്ചില്ല. ഞാൻ തോളത്ത് കൈയിട്ട് മുന്നോട്ട് കൊണ്ടുപോയ മാന്ത്രിക സമൂഹത്തിലെ ചിലര് എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ തട്ടിപ്പറിക്കാൻ നോക്കി നിന്നത് എന്നെ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ വേദനിപ്പിച്ചു. ഈ സത്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുമ്പോൾ, ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. മമ്മൂട്ടിയോ മോഹൻലാലോ മനു മങ്കമ്മോ ഈ കൂടിയിരിക്കുന്ന ജനമോ ആരുമായിക്കോട്ടെ, ഒരു ICUയിൽ അകപ്പെട്ടു പോയാൽ നമുക്ക് നമ്മുടെ സ്വന്തം പുതപ്പെടുത്ത് ശരീരത്തിലിടുവാൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും. കുരുട്ടൽ, അതുപോലെ തണുപ്പ്. ഈ തണുപ്പ് ശരീരത്തിലേക്ക് കയറുമ്പോൾ സ്വന്തം ശരീരത്തിനൊരു പുതപ്പെടാൻ പോലും നമ്മുടെ കൈ പൊങ്ങില്ല. അപ്പോഴാണ് എൻ്റെ വൈഫ്, എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞ് എനിക്ക് വേണ്ടി നിലവിളിച്ചുകൊണ്ട് ICUയുടെ മുന്നിൽ കൊതുകടിയും കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഈ പ്രദേശത്തെല്ലാം പ്രോഗ്രാം ചെയ്യാൻ ഞാൻ ഓടി നടക്കുമ്പോൾ എൻ്റെ കുടുംബത്തിലെ എൻ്റെ കുഞ്ഞിനെ, എൻ്റെ വൈഫിനെ ഒന്ന് ചേർത്തിരുത്തി, ഇവിടെ എങ്ങനെയുണ്ട്, എന്താണ് നിനക്ക്, നിന്റെ കണ്ണെന്താണ് കുഴിഞ്ഞിരിക്കുന്നത്? നമ്മൾ ആരും തന്നെ ഈ കൂട്ടത്തിൽ എത്ര പേര് അങ്ങനെ പെരുമാറുന്നുണ്ട്? എല്ലാവരെയും അല്ല, പക്ഷെ ഞാൻ ഒരുപാട് അഹങ്കരിച്ചു പോയി എന്ന് എനിക്ക് തോന്നി. ബന്ധങ്ങൾ, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വ്യാപകരായിട്ട് ഞങ്ങൾ കലാകാരന്മാർ ഓടി നടക്കുമ്പോൾ വീട്ടിലുള്ള നമ്മുടെ ബന്ധുക്കൾ, അവൻ എപ്പോൾ വരും, അവൻ എങ്ങനെയാണ് വാഹനത്തിൽ പോയത്, ഇന്ന് എപ്പോഴാണ് പ്രോഗ്രാം തുടങ്ങുന്നത്, കാത്തിരിക്കാൻ നമ്മുടെ ബന്ധുക്കളാണ്. അപ്പോഴും നമ്മളെ കളിയാക്കാനും നമ്മളെ അപമാനിക്കാനും നമ്മുടെ അവസരം തെറ്റാനും നമ്മുടെ ചില ബന്ധുക്കൾക്കാണ്, സുഹൃത്തുക്കൾക്കാണ്. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് നേരിട്ട ഒരു ദുരന്തം മാജിക്കിലൂടെ അവതരിപ്പിക്കുകയാണ്. ICUക്കുള്ളിൽ കിടക്കുമ്പോൾ ഞാനൊരു പെൻ ക്യാമറയിൽ എൻ്റെ രംഗം ഞാൻ ഷൂട്ട് ചെയ്തു.